ജിഹാദി ലോറൻസിനോട് ഒരു ചോദ്യം. താങ്കളുടെ അനിയന്മാരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? താങ്കൾ ഞങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അതിന്റെ ഒരു 10-1 അംശം മതി. എടാ അനിയന്മാരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് റൂം ഇടാൻ പോവാ എന്നൊന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഒരു റൂം ഇട്ടിട്ട് ആ മക്കളെ ഒന്ന് മാനസാന്തരപ്പെടുത്തുന്നേ. ഞങ്ങള് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ടാസ്ക് വെക്കുക. ടാസ്ക്, നിങ്ങളുടെ അനിയന്മാരെ ഒന്ന് മാനസാന്തരപ്പെടുത്തി അവര് പറഞ്ഞ വീഡിയോയ്ക്ക്, അവര് പറയുന്ന ഓഡിയോസിനും എല്ലാത്തിനൊന്നും മറുപടി കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു കൊണ്ടുപോവാ. തിരിച്ചു കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചിരിക്കും, നിങ്ങളാണ് കറക്റ്റ് അപ്പോളജിസ്റ്റ് എന്ന് ഞങ്ങൾ സമ്മതിക്കാം. ഭൂമിയിൽ ഒരു അപ്പോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ജിഹാദി ലോറൻസ് ആണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും സമ്മതിച്ചേക്കാം. ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അപേക്ഷയാണെന്ന് വെച്ചോ, ഞങ്ങളൊരു അപേക്ഷ വെക്കുകയാണ്. പിന്നെ ഉത്തരപ്പുറത്തിരിക്കുന്ന ആളിന് അതെപ്പോഴും കുന്തത്തെ കുത്തി താഴെ വീണുള്ളൂ. അത് പിന്നെ നമുക്ക് പ്രശ്നമല്ല. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ട് ഒരു പേര് വിട്ടുകൊണ്ട് നടക്കുന്ന ടീമാണ്. അത് ആ വഴിക്ക് പൊക്കോട്ടെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ദാവാപ്രവർത്തകർ ചെയ്തതിന് പോലും ആ മനുഷ്യനെ വെട്ടിക്കൊന്നു. നിങ്ങൾ ഈ കുത്തിക്കൊല്ലലും വെട്ടിക്കൊല്ലലും നിർത്തിയിട്ട് ക്രിസ്തുവിന്റെ വാതിലേക്ക് തിരിയുക. ജിഹാദികളുടെ നിങ്ങൾ എത്രത്തോളം ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സത്യ സുവിശേഷമുണ്ട്. ആ സുവിശേഷത്തിലേക്ക് നിങ്ങൾ തിരിയുക. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ ജഡത്തെ അല്ല, ആത്മാവിനെ കൊല്ലുന്നവനെയാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ജഡത്തെ കൊന്നു നേടിപ്പോകാതെ നിങ്ങൾ അത് നിർത്തിയിട്ട് ക്രിസ്തുവിന്റെ പാതയിലേക്ക് വരിക. സ്നേഹത്തിൽ സത്യം സംസാരിച്ച് സ്നേഹത്തോടെ ജീവിക്കുവാൻ നിങ്ങളെ സർവശക്തനായ ക്രിസ്തു സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ. അവിടെ ചാറ്റില് ഒരു സോളോ റൈഡർ എന്ന് പറയുന്ന ഒരാള് കമന്റ് ഇടുന്നുണ്ട്. ആ ജിഹാദി ഇത്തിരി ആർജവം ഉണ്ടെങ്കിൽ ഇവിടേക്ക് സ്പീക്കേഴ്സ് പാനലിലേക്ക് വന്നിട്ട് ഡയലോഗ് അടിക്കുക. ആ പുള്ളി എല്ലാ മതങ്ങളും ഒന്നാണെന്നും പറഞ്ഞു വന്നിട്ടാണ് അവിടെ കമന്റ് ഇടുന്നത്. എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്നും പറഞ്ഞു. ആ ഉഡായിപ്പ് പരിപാടി, ഇസ്ലാമിനെ രക്ഷിച്ചെടുക്കുന്ന ഉഡായിപ്പ് പരിപാടി തൽക്കാലം കയ്യിൽ വെച്ചാൽ മതി. ലോകത്ത് ഇസ്ലാം ഒഴികെ വേറെ ഒരു മതവും ഇസ്ലാം ഒഴികെ ലോകത്ത് വേറെ ഒരു മതവും ഇതുപോലെ പറയാം. ഇതെങ്ങനെയാണ് എല്ലാ മതവും ഒരുപോലെ ആകുന്നതെന്ന് പറഞ്ഞു. ഞാൻ കാര്യം പറയട്ടെ, എന്റെ പേര് കാര്യം പറയല്ലേ, ഇത് ചോദിക്കേ. തന്റെ പേര് സോളോ ഒന്നല്ലാന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഫേക്ക് ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുന്നത് പേരൊന്നും ഇവിടെ വിഷയമൊന്നുമല്ല. ഒരാളെ മാറ്റി വയ്ക്കും. പേര് ഫേക്ക് അല്ല, പിന്നെ സോളോ എന്നാണ് ഒരാളുടെ പേര്, സോളോ റൈഡർ എന്ന്. അപ്പൊ അതൊക്കെ വിടാ, പേരൊന്നും അല്ല ഇവിടെ വിഷയം. എങ്ങനെയാണ് ലോകത്തുള്ള ജിഹാദി എന്ന് വിളിച്ചത് ജിഹാദി ആയതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ശരി, ആയിക്കോട്ടെ. അപ്പൊ എങ്ങനെയാണ് ലോകത്ത് എല്ലാ മതങ്ങളും ഒരുപോലെയാകുന്നത്? വേറെ ഏത് മതമാണ് ഇസ്ലാം അല്ലാതെ വേറെ ഏത് മതമാണ് മനുഷ്യനെ ഇതുപോലെ കൊല്ലുന്നത് ഇന്ന്? ഈ 21-ാം നൂറ്റാണ്ടില് മനുഷ്യനെ കൊല്ലുന്ന, ഇതുപോലെ കഴുത്തറുത്ത് കൊല്ലുന്ന വേറെ ഏത് മതമാണുള്ളത്? അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇതിന് ചോദിച്ച ഉത്തരം പറ. വേറെ ഏത് മതമാണ് ഇതുപോലെ മനുഷ്യരെ കഴുത്തറുത്ത് കൊല്ലുന്നത്? സോളോ കാര്യമൊക്കെ പറഞ്ഞു. ബട്ട് ഇവിടെ ചോദ്യം ചോദിച്ചതിനൊരു ഉത്തരം പറഞ്ഞിട്ട് ബാക്കി കാര്യം പറഞ്ഞാൽ ഇച്ചിരി വ്യക്തത കിട്ടും. കാരണം എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്നൊരു ക്ലെയിമിനാണ് താങ്കളിപ്പോൾ മേളോട്ട് കയറ്റിയിരിക്കുന്നത്. അപ്പം അതിന് ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഉത്തരം പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്നോളൂ. അതിനൊരു ഉത്തരം പറയും. സോളോ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അതിന് മാത്രം ഉത്തരം പറഞ്ഞിട്ട് പിന്നെ ബാക്കിയെല്ലാം സംസാരിച്ചോളൂ. സോളോ കേൾക്കുന്നുണ്ടോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. സോളോ ഓഡിയബിൾ ആണോ? കേൾക്കാം. ചോദ്യം കേട്ടിരുന്നോ? ഒന്നത്തെ കാര്യം, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ വലുതായിട്ട് യൂസ് ചെയ്യാറില്ലത്, വല്ലപ്പോഴേക്ക് കയറുന്നത്. പക്ഷെ ഇപ്പൊ ഇത് ഈ ഒരു ടോപ്പിക് കണ്ടോണ്ട് കയറിയതാണ്. പിന്നെ എനിക്ക് പറയാനുള്ള മതം എല്ലാം ഒന്നാണ്. ചോദ്യത്തിന് മറുപടി താങ്കൾ അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, മതമെല്ലാം ഒന്ന് തന്നെയാണ്. താങ്കൾ എഴുതിയിരിക്കുന്നത് മതമെല്ലാം ഒന്ന് തന്നെയാണ് കാണിക്കുന്നതെന്നാണ്. താങ്കൾ പറഞ്ഞത് മതമെല്ലാം ഒന്ന് തന്നെ. ഇയാള് പറഞ്ഞത് മതമെല്ലാം ഒന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഒന്ന് തന്നെയാണെന്നല്ല, ഒന്ന് തന്നെയാണ് കാണിക്കുന്നതെന്ന്. അങ്ങനെയാണ് എഴുതി വെച്ചത്, കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ചോദ്യം. ഇസ്ലാം അല്ലാതെ ഇസ്ലാം മതമല്ലാതെ വേറെ ഏത് മതമാണ് ഇന്ന് ഇതുപോലെ മതത്തിന്റെ പേരിൽ ആളുകളെ ഒരു ഇതുമില്ലാതെ കൊല്ലുന്നത്? വേറെ ഏത് മതം അങ്ങനെ കൊല്ലുന്നതായിട്ടാണ് താങ്കൾക്ക് കാണിച്ചു തരാനുള്ളത്? ഒരു മതത്തിന്റെ പേരൊന്ന് പറഞ്ഞേ. മതത്തിന്റെ പേര് പറയും. അല്ല, മതത്തിന്റെ പേര് പറയാൻ പറഞ്ഞതിന് ശേഷം ഒരു സെക്കൻഡ്. സോളോ പറയാൻ സമയം തരാം. ഒരു സെക്കൻഡ്.
താങ്കൾ ഏത് മതമാണ് അതിന്റെ ഒരു മതത്തിന്റെ ഒന്ന് പേര് പറയോ? പേര് പറഞ്ഞിട്ട് താങ്കൾ തുടരൂ. ഒരു മതത്തിന്റെ പേര് പറയൂ, അത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ഒരു മതത്തിന്റെ പേര് പറയൂ. ഹലോ, കേക്കാവോ? ഒരു മതത്തിന്റെ പേര് പറയൂ. ഇസ്ലാം അല്ലാതെ ഇതുപോലെ കാണിക്കുന്നത് വേറൊരു മതത്തിന്റെ പേര് പറയൂ. ബുദ്ധമതം ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ മതവും കാണിക്കുന്നത് ശരി, തെളിവ് കൊടുക്കും. ഒരേ ഒരു തെളിവ് കൊടുക്കും. ബാക്കിയുള്ള മതങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള തെളിവ് തരും. ഓക്കെ, ഹിന്ദു മതത്തിലെടുക്കും. ഞാൻ ഹിന്ദുവാണ്, പക്ഷെ ഹിന്ദു മതത്തിലെടുക്കുന്ന ഒരു കാര്യം പറയാം. ഗുജറാത്തിൽ നടന്ന ഒരു കാര്യമുണ്ട്, അറിയാലോ എല്ലാവർക്കും. ഗുജറാത്തിൽ എന്താണ് നടന്നത്? കലാപത്തിന്റെ കാരണം എന്താണ്? കലാപത്തിന്റെ കാരണം എന്റെ മതമാണ് വലുത് എന്നുള്ളത് മാത്രം. ഇത് വേറെ ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. താങ്കൾ പറയുന്നതിന് റെഫറൻസ് വെച്ച് പോകണം. അത് ആ പറഞ്ഞ എന്റെ തെളിവും തന്നെ. ഗുജറാത്തിൽ അതായിരുന്നു സംഭവിച്ചത്. ഏത് ചരിത്രകാരൻ എഴുതിയ ഏത് പുസ്തകം? എന്റെ മതമാണ് വലുതെന്നും പറഞ്ഞുകൊണ്ട് ആരാണ് അവിടെ കൊല്ലാൻ പോയത്? മതി. അങ്ങനെ എന്ത് കണ്ടാ പോയത്? ഗുജറാത്ത് കലാപം അറിയാവോ ആർക്കെങ്കിലും? അല്ല, കലാപം. താങ്കൾക്ക് എത്ര വയസ്സായി? എനിക്ക് 29 ആണ്. ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് എത്ര വയസ്സുണ്ട് താങ്കൾക്ക്? ഇല്ല, ആ ടൈമിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ന്യൂസ് വായിച്ചു. എനിക്ക് 46 വയസ്സുണ്ട്. ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് അത് ടിവിയിലൂടെയും പത്രങ്ങളിലൂടെയും അന്നന്ന് വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞങ്ങള്. മനസ്സിലായ? ഞങ്ങളോട് ചോദിക്കുകയാണ് ഗുജറാത്ത് കലാപം അറിയോന്ന്. അറിയാലോ. ഒരു സെക്കൻഡ് ബാക്ക് ചാനൽ ഒന്ന് അനലച്ചൻ ചെക്ക് ചെയ്യണേ. ഓക്കെ, സോളോ ഇതിനകത്ത് താങ്കളോടൊരു ചോദ്യം ചോദിച്ചു. താങ്കൾ പറഞ്ഞു എല്ലാ മതങ്ങളിലും ഉണ്ട്, ബുദ്ധമതം ഒഴിച്ചെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ എവിഡൻസ് ഗുജറാത്ത് കലാപമാണ് താങ്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന എവിഡൻസ്. അവിടുത്തെ കാര്യത്തെ പറ്റിയിട്ട് താങ്കളൊന്ന് പറയൂ. എന്താണ് അവിടെ സംഭവിച്ചത്? എനിക്ക് ഒരു മിനിറ്റ് എന്താ കേട്ടില്ല, എന്നിട്ട് പറഞ്ഞേ. താങ്കൾക്ക് അതിനെ പറ്റി കൂടുതലായിട്ട് അറിയില്ല എന്ന്. താങ്കൾ അത് എന്താ, പിന്നെ എന്താണ് എവിഡൻസ്? അത് മതപ്രശ്നം വളർത്തിയ ശേഷം ഒരു ആ ഒരു രണ്ട് മതങ്ങളെ തമ്മിൽ സഹോദര നെറ്റ്വർക്ക് ഉള്ളിടത്ത് നിൽക്കോ? താങ്കൾ പറയുന്ന കട്ടായി പോകുന്നു. ഓക്കെ ബ്രോ, എനിക്ക് പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളല്ല, എനിക്ക് ഇത്രേ പറയുള്ളൂ. മനുഷ്യൻ തന്നെ കണ്ടു. അത് വിട്ടു. അപ്പൊ ഗുജറാത്ത് കലാപം നമ്മൾ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചു. ഓക്കെ, ഇനി അടുത്തിലോട്ട് പിടിക്കാം. ഓക്കെ, ഇപ്പൊ അത് വിട്ടു. അറിയാത്ത കാര്യം പുള്ളിയെ പിടിപ്പിക്കണ്ട. അത് വിട്ടു. ഇനി അടുത്ത മതത്തെ പറ്റി പറയൂ. വേറെന്താ? ജിഹാദികൾ ചെയ്തതിനെ പറ്റി ഒന്നും പറയാനില്ല. അജീശ്വര പിടിക്കല്ല, ഒരു മിനിറ്റ് ഞാൻ പറയാം. സോളോ തീർന്നോ? സോളോ തന്നെ പറഞ്ഞോളൂ. ജസ്റ്റ് ഇല്ല, പറഞ്ഞോളൂ. ഞാനൊരു കാര്യം പറയുന്നത് കേട്ടിട്ട് സോളോ തന്നെ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. ശരി, എന്നാ പറയൂ. ഓക്കെ, നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഫുള്ള് കേൾക്കാൻ വേണ്ടി നിൽക്കണം. ആ ഒരു ഇതെങ്കിലും കാണിക്കുക. ഓക്കെ, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഒരു മതത്തെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു മതത്തെയും പറയട്ടെ മുഴുവൻ വായിന്ന് വരട്ടെ. വായിന്ന് വരട്ടെ. അത് കഴിഞ്ഞ് പിടിക്കാവുന്നേ. വെയിറ്റ് ചെയ്യ്. സോളോ പറയൂ. ഓക്കെ, ഞാൻ എല്ലാം കേട്ടിട്ടേ പോകത്തുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നതും കൂടെ കേൾക്കണം. എനിക്ക് ഇത്ര പറയാനുള്ളൂ. മനുഷ്യൻ എഴുതിയ കിതാബാണ്. സോളോ പറയുന്ന കേൾക്കുന്നില്ല. നെറ്റ്വർക്ക് കട്ടാവുന്നു. ബ്രോ ഇപ്പൊ കേൾക്കാം? ഇപ്പൊ കേൾക്കാം, പറഞ്ഞോ. ഓക്കെ ബ്രോ, എനിക്ക് പറയാനുള്ളത് മനുഷ്യനാണ് എഴുതിയ കിതാബാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനുഷ്യനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ആ ടൈമിലൊന്നും ആരും നിസ്കരിക്കാനോ അല്ല അമ്പലത്തിൽ തൊഴുവാനോ ഒന്നും പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആരും പറയുന്നില്ല. അതിനെ കുറിച്ച് ആരും പറയുന്നേ ഇല്ല ഒരു കാര്യത്തില്. സോളോ, ഞാനൊരു 30 സെക്കൻഡ് സോളോയ്ക്ക് ടൈം തരികയാണ്. പോയിന്റിലേക്ക് വരാൻ 30 സെക്കൻഡ് ഞാൻ ടൈം തരികയാണ്. ഞാൻ ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം താങ്കൾ ഈ കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ആൾക്കാർ ഇറിറ്റേറ്റഡ് ആവുകയാണ്. ഞങ്ങളുടെ ടൈമും പോവാണ്. 30 സെക്കൻഡ് ടൈം തരികയാണ്. അതിനുള്ളിൽ താങ്കൾ പോയിന്റിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ താങ്കൾ പറയാനുള്ള സമയം 5 സെക്കൻഡ് പറഞ്ഞ കാര്യം തീർക്കാം. വേറെ 5 സെക്കൻഡ് എങ്കിൽ 5 സെക്കൻഡ്. ഞാൻ ഏതായാലും 30 സെക്കൻഡ് ടൈം താങ്കൾക്ക് വെക്കാണ്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം. മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടാൽ മതി എന്നുള്ളതല്ല. താങ്കൾ ഇവിടെ വെച്ച ആർഗ്യുമെന്റിനെ താങ്കൾക്ക് തെളിയിക്കാൻ വാലിഡേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ആർഗ്യുമെന്റോ ഈ മനുഷ്യൻ തന്നെയാണ് ഈ മതവും തേങ്ങയൊക്കെ കണ്ടുപിടിച്ചത്. ഞാൻ അതല്ല ചോദിച്ചത്. ഇസ്ലാം മതം ചെയ്യുന്നത് പോലെ ഒരു കാര്യം അനിലച്ചൻ ഇവിടെ താങ്കൾ പോയിന്റ് സഹിതമാണ് വെച്ചത്. അവര് ചെയ്തതുപോലെ ഒരു വേറൊരു മതം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് തരാനാണ് താങ്കളോട് ആവശ്യപ്പെട്ടത്. താങ്കൾക്ക് തെളിവ് വല്ലതും ഉണ്ടോ അതിന്? എന്തിന് മതത്തിന്റെ പിറകെ പോകണം? എന്തിനു മതത്തിന് പുറകെ പോകണം എന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. മതമെല്ലാം ഒന്നാണ്, ഒരുപോലെയാണ് അവർ കാണിക്കുന്നത് താങ്കൾ പറയുമ്പോൾ, താങ്കൾ എല്ലാത്തിനും ജനറലൈസ് ചെയ്യുമ്പോൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കല്ലേ സോളോ?
മതം താങ്കളോ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കല്ലേ താങ്കള്? എല്ലാരും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ അവർ എഴുതി അവരൊക്കെ എഴുതി പിടിപ്പിച്ചത്. ഇനി അത് മതമെല്ലാം എഴുതി പിടിപ്പിച്ചു തന്നെ കൂട്ടിക്കോ. ഞാൻ വാദത്തിന് വേണ്ടി സോളോ പറഞ്ഞു അങ്ങ് അംഗീകരിക്കുകയാണ്. എന്റെ ഇവിടുത്തെ വിഷയം അതല്ല. സോളോ പറഞ്ഞു എല്ലാ മതവും ഒരുപോലെയാണ് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഇസ്ലാം ഈ കാണിച്ച് പറയുന്ന കേൾക്കൂ സഹോദര, പറയുന്ന കേൾക്കൂ. താങ്കളോട് ഞാൻ കാണിക്കുന്ന മാനം താങ്കൾ തിരിച്ചു കാണിക്കൂ. ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ. എല്ലാ മതവും ഒരുപോലെയാണ് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ താങ്കളോട് ഞാൻ തിരിച്ചു ചോദിക്കണം, ഇസ്ലാം ഈ കാണിച്ചു കൂട്ടിയതുപോലെ വേറെ ഏത് മതം കാണിച്ചു എന്നുള്ള ഒരു തെളിവ് താങ്കളോട് തരാൻ വേണ്ടി താങ്കൾക്കില്ല. അപ്പൊ താങ്കൾ ഈ പറഞ്ഞത് നുണയല്ലേ സഹോദര? താങ്കൾ ഈ പറഞ്ഞത് നുണയായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? സോളോ കേൾക്കുന്നുണ്ടോ? എന്നെ പിടിച്ച് ആരാ മ്യൂട്ട് ചെയ്യുന്നത്? കാര്യം പറയാൻ വേണ്ടി താങ്കൾ ഇതിന്റെ ഇടയ്ക്ക് അലച്ചോണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും മ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. പറയുമ്പോൾ ഒരാൾ പറയുമ്പോൾ മ്യൂട്ട് ചെയ്യാനുള്ള മാന്യത കാണിക്കുക. അതുകൊണ്ടാണ് താങ്കളെ മ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ ബ്രോ, ഇനി ഞാൻ പറഞ്ഞോട്ടെ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. മതം എല്ലാവരും മനുഷ്യൻ തന്നെയാണ് എഴുതി ഉണ്ടാക്കിയത്. മതവും കണ്ടുപിടിച്ചതും മനുഷ്യനായിട്ട് കണ്ടാൽ മതി. ഏത് മതമായാലും അതിപ്പോ ഈ പ്രിൻസ് ഭയങ്കര ഡിസ്റ്റർബൻഡ് ആണ്. പ്രിൻസ് ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാവോ? ഇസ്ലാം മതം ഇന്ന് സമൂഹത്തിൽ കാണിക്കുന്നത് പോലെ നമുക്ക് ലൈവായിട്ട് മറ്റ് ഏതെങ്കിലും മതവിഭാഗങ്ങൾ മതത്തിന്റെ പേരിൽ ഇവിടെ അക്രമങ്ങൾ അഴിച്ചു വിടുന്നുണ്ടോ? അത് ഇന്ത്യ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ. അതാണ് ചോദ്യം. അതിന് സോളോ വന്ന് വേഗമായിട്ട് എല്ലാ മതവും മനുഷ്യന്റെ സൃഷ്ടിയാണ്, എല്ലാ മതങ്ങളും ഈ ഇത്തരം രീതിയിലാണെന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, അറിയാതെയെങ്കിലും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടെങ്കിലും നിങ്ങൾ ഈ ഇസ്ലാമിന്റെ കൂടെ ബാക്കി മതങ്ങളെ കൂട്ടിക്കെട്ടി അതിന് നിങ്ങൾ വെള്ളയടിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ എടുത്തെടുത്ത അത് മാത്രമല്ല വിഷയം. ഇതിനകത്ത് വേറൊരു വിഷയം കൊണ്ടുവരും. സോളോ മതം ഇല്ലാത്തവരും തോന്നിവാസം, ഇപ്പൊ ചൈനയിലൊക്കെ നോക്കിയാൽ എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുന്നുള്ള. മതം ഇല്ലാതും മതം ഉള്ളതും തമ്മിലുള്ള ഇവിടെ വിഷയമല്ല. മതം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ഇസ്ലാം മതം കാണിച്ചതുപോലെ താങ്കൾ എല്ലാ മതത്തെയും ജനറലൈസ് ചെയ്യുമ്പോൾ ഇസ്ലാം മതം കാണിച്ചതുപോലെ മറ്റേതെങ്കിലും മതം കാണിച്ചോ എന്ന് ചോദിക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധിയെ താങ്കൾ മനസ്സിലാക്കണം. കാരണം വേറൊരു മതവും കാണിച്ചിട്ടില്ല. താങ്കൾക്ക് തന്നെ ഇപ്പൊ തെളിവ് തരാനില്ല. താങ്കൾ അറിയാത്ത കാര്യങ്ങൾ 29 വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനെ പറ്റിയിട്ട് പോലും ഒരു നോർമൽ ഒരു ധാരണ ഇല്ലാതാണോ താങ്കൾ ഇതേപോലത്തെ ഡയലോഗ് അടിക്കാൻ വന്നത്? എന്താണ് സഹോദര ഇങ്ങനെ ആയിപ്പോയത്? ഒരു 29 വയസ്സിന്റെ ഒരു സെൻസിറ്റീവെങ്കിലും കാണിച്ചൂടെ? അത് മാത്രമല്ല, അതിലും വലിയൊരു കോമഡിയും പറഞ്ഞു. ഞാൻ പഠിക്കുന്നത് എന്റെ കോഴ്സ് എന്ത് പഠിച്ചെന്നാ പറയുന്നത്? എന്ത് പഠിച്ചെന്നാ പറയുന്നത്? MBA കഴിഞ്ഞിട്ട് MBA പഠിച്ചതിന്റെ ആണോ സുഹൃത്ത്? MBA പഠിച്ചതുകൊണ്ട് ലോക വിവരവും പരിജ്ഞാനവും വരണമെന്നില്ല. അതിന് ഒന്നാന്തരം തെളിവാണ് താങ്കൾ. മനസ്സിലായോ? മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യമില്ല. താങ്കൾ ഒരു സെക്കൻഡ്, മതത്തിന്റെ കാര്യം ഇദ്ദേഹം പറയുന്നു. മതം ഇല്ലാത്തവരെ കാണിച്ചു കൂട്ടിയതപ്പോ സോളോ എന്താ പറയും? അതെന്തിന്റെ അടിസ്ഥാനത്തിലാ സോളോ? 20-ാം നൂറ്റാണ്ടിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ജീവൻ എടുത്തത് മതരഹിതരാണെന്ന് അറിയാമോ താങ്കൾക്ക്? അല്ല ബ്രോ, ഞാൻ ഇപ്പൊ അതെ അല്ല ചോദിച്ചതിന് മറുപടി തരും. 20-ാം നൂറ്റാണ്ടിൽ ലോകത്തെ ഏറ്റവും അധികം ആളുകളുടെ ജീവൻ എടുത്തത് നിങ്ങൾ ഈ പറയുന്ന മതരഹിതരായ ആളുകളാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അത് ആദ്യം വരുവാണ്. അത് ആദ്യത്തെ കേൾവിയാണ്, അറിയത്തില്ല. അതാണ് കാര്യം. അല്ല സോളോ ഒരു മിനിറ്റ് ആദ്യമേ ആ പറഞ്ഞതിന്റെ താങ്കൾ ആദ്യമായിട്ട് കേട്ടതെന്നല്ലേ പറഞ്ഞു. എനിക്ക് ഒരു മിനിറ്റ്, മതഭ്രാന്തന്മാരാണോ ചെയ്തത് മറ്റുള്ളവരാണോ ചെയ്തെന്നുള്ളതിന്റെ ആ തെളിവൂടെ ഒന്ന് കേട്ടിട്ട് നോക്കുക. താങ്കൾ ആദ്യമായിട്ട് വന്നതല്ലേ. എന്തൊക്കെയും ട്രൂത്ത് റൈറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്, ചില കാര്യങ്ങൾ പഠിച്ചിട്ടേ പോകാൻ പറ്റും. അതുകൊണ്ട് താങ്കൾ അവിടെ സൈലന്റ് ആയിട്ടിരിക്കും. ആരാണ് ഏറ്റവും കൂടുതൽ കൊലപാതകം ചെയ്തത് എന്നുള്ളത് ഇപ്പൊ കേൾക്കാം. ഏതായാലും വിഷയം വേറൊന്നാണെങ്കിലും ഇതൊന്ന് കേട്ടിട്ട് സോളോ പോണം. കാരണം ഇത് കേൾക്കാൻ വേണ്ടിട്ട് ആ വിഷയം ഒന്ന് പറയോ? അല്ല, ഞാൻ ഇതിന്റെ ഒരു ദയനീയ അവസ്ഥ അതായത് ഇപ്പൊ സോളോ പറഞ്ഞ ഇത് നിങ്ങൾ എല്ലാവരും കേൾക്കണം. 420 പേരിരിപ്പുണ്ട് ഈ ക്ലബ് ഹൗസിനകത്ത്. നിരീശ്വരവാദികളുടെ യുക്തിവാദികളുടെ റൂമിനകത്ത് ഒരിക്കലെങ്കിലും കയറി ഇറങ്ങിയിട്ടുള്ളവരായിരിക്കും നിങ്ങൾ. ഈ എത്തിയസ്റ്റുകൾ പറയുന്ന സെയിം സ്റ്റേറ്റ്മെന്റ്, നമ്മളൊരു കാര്യം ബൈബിളിൽ അങ്ങനെ ഉണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ട്, അപ്പൊ ഉടനെ അവർ പറയും അത് വായിക്കേണ്ട കാര്യം, അത് പഠിക്കേണ്ട കാര്യം എന്താ, അത് അങ്ങനെ അല്ലേ. അതായത് ഒരു ഉദാഹരണം ഉണ്ട് പ്രിൻസിപ്പൽ. മുൻധാരണയുടെ
അടിസ്ഥാനത്തിൽ ചോറ് മുഴുവനും ഞെക്കി നോക്കേണ്ട കാര്യമില്ല, ഒരു മണി എടുത്താൽ മതി അവരുടെ ഉദാഹരണം. അതെ അതെ. അപ്പൊ മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് വേറൊരു ഡേഞ്ചർ വശം ഞാൻ പറഞ്ഞില്ല. ഈ പിള്ളേർ 29 വയസ്സായ കുട്ടി ഈ ചെറുപ്പക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ MBA പഠിച്ചിട്ടുണ്ട്. MBA പഠിച്ചിട്ടുണ്ടെന്ന് ലോക അറിവ് കിട്ടും. അതായത് വായന ഇല്ല, പിന്നെ മറ്റുള്ളവരുടെ അറിവ് ശേഖരണം ഇല്ല. അപ്പം നിരീശ്വരവാദികൾ നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരുടെ തലച്ചോറിനെ തളച്ചിടുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിരീശ്വരവാദത്തെ സപ്പോർട്ട് ചെയ്ത് ഇത്തരം മണ്ടന്മാരായിട്ടുള്ള അറിവും ബുദ്ധിയും ബോധവും ഇല്ലാത്ത കുറെ നപുംസകങ്ങളെ സൃഷ്ടിക്കാമെന്നുള്ളതിനപ്പുറമായിട്ട് നിരീശ്വരവാദം കൊണ്ട് ഈ ലോകത്തിന് ഒരു പ്രയോജനമില്ല. ഓക്കെ, ഒരേ ഒരു കാര്യം, ഒറ്റ കാര്യം. എബൻ ബ്രദറെ, ഇദ്ദേഹം നിരീശ്വരവാദിയൊന്നും അല്ല, ഇദ്ദേഹം ഒറിജിനൽ സുഡാപ്പിയാണ്. ഇവിടെ വന്നിട്ട് നമുക്കിപ്പം ജിമിച്ചായ കുഴപ്പമില്ല, ഇപ്പം അതൊരു കാരണമാണെന്ന് കൂട്ടിക്കോ. നമുക്കിപ്പോൾ ഈ വിഷയം ഒന്ന് അഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് വിഷയത്തിലോട്ട് വരാം. ഏതായാലും വിഷയം മാറ്റാൻ വന്നെങ്കിൽ തന്നെ നമ്മൾ അതൊന്ന് അഡ്രസ്സ് ചെയ്തിട്ട് വരേണ്ട ഒരു കാര്യമുണ്ട്. അനലച്ച് ആ വിഷയത്തെ പറ്റിയിട്ടൊന്ന് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കൊലകളുടെ കാര്യം ഈ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു സംഗതി വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഹ്യൂമനിസം എന്ന് പറയുന്നത് ഈ ദൈവത്തെ ചിത്രത്തിൽ നിന്ന് ഞങ്ങൾ മാറ്റിക്കളഞ്ഞിട്ട് മനുഷ്യനെ ഹീറോ ആക്കിയിട്ട് മനുഷ്യനെ കൊണ്ട് എല്ലാവരും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ദൈവനിരാസകരായ ആളുകൾ, ഹ്യൂമനിസം ആദ്യം വന്നത് മനുഷ്യ സ്നേഹത്തോടാണ്, ക്രൈസ്തവരാണ് അത് കൊണ്ടുവരുന്നത്, ക്രിസ്ത്യൻ ഹ്യൂമനിസ്റ്റുകളാണ്. പക്ഷെ പിന്നീട് അത് ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ട് ഇവരുടെ കൈവശം എത്തുന്നു, നിരീശ്വരവാദികളുടെ കൈവശം എത്തുന്നു. അപ്പോൾ അവർ പറഞ്ഞു ദൈവത്തിന് ഇനി റോളില്ല, ദൈവവും മതവും കൂടി ഇത്രയും നൂറ്റാണ്ടുകളായി മനുഷ്യ ജീവിതം മെച്ചപ്പെടുത്താൻ നോക്കിയിട്ട് എന്നിട്ട് വല്ല മെച്ചപ്പെടലുണ്ടായോ? ഇപ്പോഴും മനുഷ്യനും കണ്ണീരും കഷ്ടപ്പാടും കയ്യും തന്നെ. അതുകൊണ്ട് ദൈവത്തെ ഞങ്ങൾ ചിത്രത്തിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. ഇനി ഞങ്ങൾ ദൈവത്തെ കൂടാതെ ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഹ്യൂമനിസ്റ്റുകൾ രംഗത്ത് വരുന്നത്. അതിൽ കുറേ പേരൊക്കെ ഉണ്ട്. നമ്മൾ ജ്ഞാനോദയ യൂറോപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കുറേ എണ്ണത്തിനെയൊക്കെ കാണാം നവോത്ഥാന കാലത്തിന് ശേഷം. അങ്ങനെ പല പല ചിന്താ പദ്ധതികളും മുന്നോട്ട് വന്നു, ദൈവത്തിനെ ഒഴിവാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി. ഓരോന്ന് പരാജയപ്പെട്ടു, ഓരോന്ന് വരുന്നു. അത് ആ വരുന്ന സമയത്ത് വലിയ കാര്യമായിരിക്കും. റഷ്യ വിപ്ലവത്തിന്റെ ആളുകളൊക്കെ ആ ഉദ്ദേശത്തിൽ കൊണ്ടുവരികയും പിന്നീട് അത് പരാജയപ്പെടുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ വന്ന മറ്റൊന്നാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസവും ഇതുപോലെ തന്നെ നിരീശ്വരവാദത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ദൈവത്തെ ചിത്രത്തിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. ആ കമ്മ്യൂണിസം ലോകത്ത് ഈ 20-ാം നൂറ്റാണ്ടിൽ എത്രമാത്രം മനുഷ്യനെ കാലപുരിക്ക് അയച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ കണക്ക് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ദ ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം, ക്രൈംസ്, ടെറർ, റിപ്രഷൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് കുറേ കണക്കുകൾ അവർ കൊടുക്കുന്നുണ്ട്. കുറേ രേഖകളും മറ്റുമൊക്കെ വെച്ചിട്ടാണ് ഓരോരോ കണക്കുകൾ ഓരോ രാജ്യത്തും. ഈ USSR ഉണ്ടായിരുന്ന സമയത്ത് 20 മില്യൺ അല്ലെങ്കിൽ 2 കോടി ജനങ്ങളാണ് അവിടെ കമ്മ്യൂണിസത്താൽ കൊല്ലപ്പെട്ടു പോയത്. പല അവരുടെ ഭരണപരമായിട്ടുള്ള അവരുടെ ഇതുണ്ട്, പരിചയക്കുറവ് അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. ജനസംഖ്യ കുറയ്ക്കുക, അത് ചൈനയിലായിരുന്നു. ജനസംഖ്യ കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ സ്വന്തം ജനങ്ങളെ കൊന്നു കളഞ്ഞത്. മറ്റോടത്താണെങ്കിൽ സ്റ്റാലിനൊക്കെ കൊന്നുകൂട്ടിയതെന്ന് പറഞ്ഞാൽ അയാളെ എതിർത്തിരുന്ന ആളുകളെ കൊന്നുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലാണ് ഈ ആളുകളെ കൊന്നെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണക്കുകളുണ്ട്, ഞാൻ അതാണ് വായിക്കാൻ പോകുന്നത്. USSR 20 മില്യൺ അല്ലെങ്കിൽ 2 കോടി ജനങ്ങൾ, ചൈനയിൽ 65 മില്യൺ അല്ലെങ്കിൽ 6.5 കോടി ജനങ്ങൾ. ആ 6.5 കോടി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മാവോ സേതുങ്ങിൻ്റെ കാലത്ത് വെറും 4 കൊല്ലം കൊണ്ട് 4.5 കോടി ആളുകളെയാണ് കൊന്നു കളഞ്ഞത്, 4.5 കോടി ജനങ്ങളെ, സാധാരണക്കാരെ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഭയങ്കരമായ ജനസംഖ്യയാണ് ചൈനയിൽ. അപ്പോൾ അത്രയും ജനസംഖ്യ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ തീറ്റിപ്പോറ്റാനോ മറ്റോ പറ്റുന്നില്ല. അപ്പോൾ ഭരണകൂടം ചില നടപടികൾ എടുക്കുന്നു. ആ നടപടികളുടെ അനന്തരഫലമായിട്ടാണ് 4 വർഷം കൊണ്ട് 4.5 കോടി പേര് അവിടെ കൊല്ലപ്പെട്ടത്. പട്ടിണി കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിട്ട് മരിച്ചുപോയ ആളുകൾ ചൈനയിൽ. പിന്നെ വിയറ്റ്നാമിൽ 10 ലക്ഷം പേര്, നോർത്ത് കൊറിയയിൽ 20 ലക്ഷം പേര്, കംബോഡിയയിൽ 20 ലക്ഷം, കിഴക്കൻ യൂറോപ്പിൽ 1 മില്യൺ 10 ലക്ഷം, ലാറ്റിൻ അമേരിക്കയിൽ 1.5 ലക്ഷം, ആഫ്രിക്കയിൽ 17 ലക്ഷം. പിന്നെ അഫ്ഗാനിസ്ഥാൻ ഇവര് താലിബാനൊക്കെ ഭരണം പിടിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. USSRന്റെ അധിനിവേശമൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ 15 ലക്ഷം പേര്. അപ്പം ഇങ്ങനെ ഇത്രയും ഇതായിട്ട് ഇവർ മൊത്തം കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 10 കോടി ജനങ്ങളെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യാൽ അധികാരം കിട്ടിയ ഇടങ്ങളിൽ, അധികാരം കിട്ടാത്തടത്ത് കൊല്ലപ്പെട്ടൊന്നും കണക്കിൽ വരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്ന ഇടങ്ങളിൽ മാത്രം, അധികാരത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം കൊല്ലപ്പെട്ട ആളുകളുടെ കണക്ക് 10 കോടി. പിന്നെ
ഈ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള അവസ്ഥയിലായവർ ഇതിൻ്റെ 3-4 ഇരട്ടിയൊക്കെ വരും. ഈ സോവിയറ്റ് യൂണിയനൊക്കെ സൈബീരിയയിലേക്കൊക്കെ അയച്ചിരുന്ന ആളുകളുണ്ട്. അവരെ ഭരണകൂടത്തിനെതിരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, സംശയം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ ആ പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ട് ആരെങ്കിലും സംസാരിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ കുറ്റപത്രം, വ്യാജ പരാതി കൊടുക്കുന്നു. പിന്നെ സൈബീരിയയിലേക്ക് അയക്കുന്നു. അവിടെ കൊടും തണുപ്പിൽ മൈനസ് ആണ് അവിടുത്തെ തണുപ്പെന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ കിടന്നിട്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ജീവിക്കേണ്ടി വരുന്നത്. ഇത് തന്നെ ചൈനയിലും ഇത് തന്നെയാണ്. കൾച്ചറൽ റവല്യൂഷൻ എന്നും പറഞ്ഞുകൊണ്ട് കോളേജ് അധ്യാപകരടക്കം പാറമടയിലാണ് പണിക്ക് വിട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതായിട്ട് മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തത് അത് ഇതിൻ്റെ 3-4 ഇരട്ടി വരും. എന്ന് വെച്ചാൽ ഈ 10 കോടി മനുഷ്യർ കൊല്ലപ്പെട്ടെങ്കിൽ അതിന് 3-4 ഇരട്ടി 30-40 കോടി മനുഷ്യർ ഈ കഷ്ടപ്പാടും ദുരിതം അനുഭവിച്ചു. ഇത് ഒരു മതവും ചെയ്തിട്ടില്ല ഇതുപോലത്തെ ക്രൂരത മനുഷ്യവർഗത്തോട്. മനസ്സിലായ? ഇസ്ലാം മാത്രമേ അതിനോട് അടുത്തേക്ക് വരുന്നുള്ളൂ. ബാക്കി ഒരു മതവും ചെയ്തിട്ടില്ല ഇമാതിരി ക്രൂരതകൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ മതമില്ലാത്തതിൻ്റെ ആ മാഹാത്മ്യവും മഹത്വവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. ഞങ്ങളത് ശരിക്കും അറിയാവുന്ന ആളുകൾ തന്നെയാണ്, അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് വേണ്ട. പിന്നെ നിങ്ങൾ ഇവിടെ പറഞ്ഞു വേറൊരു കാര്യം കൂടി പറഞ്ഞു, നബി ഒരു ഗ്രേറ്റ് മാനാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ കമന്റ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. നബിയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഗ്രേറ്റ് മാൻ എന്ന്. ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് അറിയാം ഈ വിവരം എന്ന് പറയുന്ന സാധനം ഏഴായിരത്തു കൂടി പോയിട്ടില്ല. സംസാരിക്കുന്ന വിഷയത്തിൽ ഒരു വിവരമില്ലാത്ത ആളാണ് താങ്കൾ എന്നുള്ള കാര്യം അതിൽ നിന്ന് മനസ്സിലാവും. മുഹമ്മദ് എങ്ങനെയുള്ളവരാണെന്ന് ഹദീസും ഒക്കെ ഇന്ന് ലഭ്യമാണ്. ഒരു കാര്യമൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തുന്നതിനേക്കാൾ മുമ്പേ ഒന്ന് വായിച്ചു നോക്കണം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം. അപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മുഹമ്മദിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഖുറാനിലും ഖുറാമിട് ഹദീസുകൾ ഒരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നൊരു സാധനം ഇല്ല മുഹമ്മദിന്റെ ജീവിതത്തിൽ. അങ്ങനെ ഒരു കാര്യമില്ല. മുഹമ്മദ് ഗ്രേറ്റ് മനുഷ്യനല്ല. പക്ഷെ നിങ്ങളങ്ങ് അടിച്ചു വിടുകയാണ്. എന്നിട്ട് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി പിന്നെ അടുത്ത കാര്യം പറയണം എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന്. ഇല്ല, എല്ലാ മതങ്ങളും ഒരുപോലെ അല്ല. ഇസ്ലാം മതം മാത്രമേ ഇന്നും ഇതുപോലത്തെ പരിപാടി കാണിക്കുന്നുള്ളൂ. ബാക്കി മതങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ടാവും, അത് ഞാൻ സമ്മതിക്കുന്നു. എല്ലാ മതങ്ങൾക്കും അതുപോലെയുള്ള ഒരു ഭൂതകാലമുണ്ട്, അത് നിഷേധിക്കുന്നില്ല. മനുഷ്യ ജീവിതത്തെ ദുരിതമയമാക്കിയ ഭൂതകാലം എല്ലാ മതങ്ങൾക്കുണ്ട്. ഒരു മതവും വിശുദ്ധമല്ല. അതിൻ്റെതായ പാപക്കറകൾ പേറി തന്നെയാണ് നിൽക്കുന്നത്, അത് അംഗീകരിക്കുന്നു. പക്ഷേ ബാക്കി മതങ്ങളെല്ലാം തിരുത്തി. അവർക്ക് മനസ്സിലായി ഇത് ചെയ്തത് തെറ്റായിപ്പോയി, ഇങ്ങനെ ചെയ്യരുത്, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഇനി ഭാവിയിലെങ്കിൽ അത് ചെയ്യാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം. അവരുടെ മക്കളെ അതിനെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ആ തെറ്റിൽ നിന്ന് എത്രത്തോളം പുറത്തു വരാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ള എല്ലാ മതങ്ങളും നോക്കുന്നത്. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം അങ്ങനെയല്ല ചെയ്യുന്നത്. ഇസ്ലാം ഇപ്പോഴും ഇതായിട്ടാണ് നിൽക്കുന്നത്. ആ പഴയ 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദും കൂട്ടരും എന്ത് ചെയ്തോ അത് തന്നെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതിനെ എതിർക്കുമ്പോൾ ഇസ്ലാം മാത്രം പ്രതിസ്ഥാനത്ത് വരേണ്ട സമയത്ത് നിങ്ങളെപ്പോലുള്ളവർ വന്നിട്ട് ഇസ്ലാമിനെ രക്ഷിക്കാൻ നോക്കുകയാണ്. എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായി? അതുകൊണ്ടാണ് വിളിച്ചു മോളി കയറ്റിയത്. എല്ലാ മതങ്ങളും ഒരുപോലെയല്ല. എല്ലാ മതങ്ങളും പണ്ട് ഒരുപോലെ ആയിരുന്നു പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഇന്ന് എന്റെയും നിങ്ങളുടെയും കഴുത്തിന് നേരെ കത്തി വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരേ ഒരു മതക്കാരേ ഉള്ളൂ, അത് ഇസ്ലാം മതക്കാർ മാത്രമാണ്. വേറെ ഒരു മതക്കാരും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത് ആ മതക്കാരെ തന്നെ ആയിരിക്കണം. മനസ്സിലായോ? വേറെ ഒരു മതക്കാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് താങ്കളെ മുകളിലേക്ക് കയറ്റിയത്. ഇനിയെങ്കിലും ഇമാതിരി വിഡ്ഢിത്തരങ്ങൾ പറയാതിരിക്കാൻ നോക്കുക സുഹൃത്തെ. സോളോ പോയി അതിനകത്തൊരു രസം എന്താ പറയുക, ജിമിച്ചാൻ പറഞ്ഞതിനകത്തൊരു ചെറിയൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് ഈ പുള്ളിക്കാരൻ ഈ മതമെല്ലാം ഒന്ന് തന്നെയാണ് കാണിക്കുന്നത്, ഫസ്റ്റ് പഠനം നിർത്തി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അനിലജാൻ പറഞ്ഞ ആ ഒരു ഇതാ പുള്ളിയോട് നബി ഈസ് ഗ്രേറ്റ് മാൻ. ബട്ട് ഇപ്പോൾ ഉള്ള അഭിഭാഷണം ഒരുപാട് വെറുക്കുന്നു. അധിക്ഷേപമായിരിക്കും ബ്രദറെ, അധിക്ഷേപം എന്നായിരിക്കും. നബി അധിക്ഷേപം ആയിരിക്കാം. അതാണെന്ന് തോന്നുന്നു പുള്ളി എഴുതിയേക്കുന്നത്. അപ്പം ഇതേപോലത്തെ സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് പുള്ളി ഒരു വേഷം മാറി വന്നൊരു വ്യക്തിയാണെന്നൊരു സംശയം ജിമ്മിച്ചാൻ പറഞ്ഞതിൽ അതിലൊരു സത്യാവസ്ഥ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ജിഹാദിയെ വിളിച്ചത്. ആദ്യമേ പുള്ളിനെ ജിഹാദ് എന്ന് വിളിച്ചത് ഈ ഒരു ഇത് കണ്ടോണ്ടാ, നബി ഗ്രേറ്റ് മാൻ ആണെന്ന് പറഞ്ഞ് കണ്ടോണ്ടാ. സുബോധമുള്ള ഏതായാലും ഇപ്പൊ ഒരു വടിക്ക് 2 പക്ഷി നമുക്ക് കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല, സാരമില്ല, ഏതായാലും നന്നായിപ്പോയി. ഓക്കെ, അപ്പം ഇനിയിപ്പം നമുക്ക് ചാക്കോ പാസ്റ്റിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ചാക്കോ പാസ്റ്റർ സംസാരിക്കാം. നമ്മുടെ ഈ ടോപ്പിക്ക് ഈ മറ നീക്കുമ്പോൾ എന്നതുകൊണ്ട് സത്യത്തില് ചാക്കോ പാസ്റ്റർ ഇതിനകത്തൊരു സംഭവം ഉണ്ടായി. രാവിലെ ടോപ്പിക് ഇട്ട് ഇസ്ലാം മറ നീക്കുമ്പോൾ ആയിരുന്നു ടോപ്പിക് ഇട്ടത്.
ഞാനത് എഡിറ്റ് ചെയ്തു മറ നീക്കുമ്പോൾ ഈ ടോപ്പിക്ക് റിപ്പോർട്ട് അടിക്കാൻ വിചാരിച്ചിട്ട് മറ നീക്കുമ്പോഴെന്നാക്കി. പിന്നെ അത് സമയത്ത് ഇസ്ലാം ചേർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആരോ സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ആ ഒരു ടോപ്പിക് എഡിറ്റ് ചെയ്ത് ഇസ്ലാം മറ നീക്കുമ്പോൾ എന്നുള്ള സമയത്ത് എഴുതിയിടാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. സാറില്ല പോട്ടെ, അത് നമ്മുടെ മറ നീക്കിയപ്പോ പ്രവാചകനായ ആളുടെ കഥയല്ലേ ഈ പറയാൻ പോകുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എല്ലാവർക്കും